ഇടത് സർക്കാരിനെ പുകഴ്ത്തിയുള്ള ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനം LDF വികസന വിരുദ്ധരാണെന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത്. അദ്ദേഹം 24-നോട് പറഞ്ഞതാണ് ഇക്കാര്യം. എത്ര തമസ്കരിച്ചാലും ഇടതുപക്ഷത്തിന്റെ നേട്ടങ്ങൾ തുറന്നു പറയേണ്ടി വരും. തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത കോൺഗ്രസ് നേതാക്കൾ പോലും ശശി തരൂരിനോട് ഷട്ടപ്പ് പറഞ്ഞെന്നും ബിനോയ് വിശ്വം. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നടപടിയെപ്പറ്റിയും വ്യവസായ രംഗത്തെ പുരോഗതിയെപ്പറ്റിയും കോൺഗ്രസിൻ്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ തന്നെ ഇന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഇതാണ് വലിയ മാറ്റം. ആ വാക്കുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞ മോദി സ്തുതിയെ ഞങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. തരൂരിനെ പോലുള്ള നേതാക്കന്മാർക്ക് കണ്ണടച്ച് പിടിക്കാൻ കഴിയില്ല. അവരതിനെ വീണ്ടും സമ്മതിക്കേണ്ടി വരും. നിങ്ങൾ കണ്ടല്ലോ ആരൊക്കെയാണ് എതിർത്തത്? BD സതീശൻ, രമേശ് ചെന്നിത്തല, MM ഹസൻ, KC വേണുഗോപാൽ. പരസ്പരം കണ്ടാൽ മിണ്ടാത്തവരെല്ലാം കൈകോർത്ത് പിടിച്ച് പറഞ്ഞു ഷട്ടപ്പെന്ന് പറഞ്ഞു തരൂരിനോട്. അവരെല്ലാം ചേർന്ന് പറഞ്ഞിട്ടും തരൂർ പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന്. ഇടതുപക്ഷം ശരിയാണ്, ആ രാഷ്ട്രീയം ശരിയാണ്, അതിൻ്റെ വ്യവസായ കാഴ്ചപ്പാട് ശരിയാണ്, വികസന കാഴ്ചപ്പാട് ശരിയാണ്. അങ്ങനെ ഡോക്ടർ ശശി തരൂരിന്റെ പ്രശംസാ വിവാദത്തിൽ UDFൽ അതൃപ്തി പുകയുകയാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വം രാജിവെച്ച ശേഷം വ്യക്തിപരമായ അഭിപ്രായം പറയണമെന്ന് MM ഹസൻ വിമർശിച്ചു. ശശി തരൂരിനെ തിരുത്തി മുസ്ലിം ലീഗും രംഗത്തെത്തി. R ശ്രീജിത്താണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വീണ്ടും പറയുകയാണ് ഡോക്ടർ ശശി തരൂർ. പക്ഷേ സംസ്ഥാനത്ത് അത് പാർട്ടിക്കകത്ത് വലിയ പ്രശ്നമുണ്ടാകുന്നു. രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയാണ് തരൂരിനെ. ഒപ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, CPIM നേതാക്കൾ പലരും വളരെയധികം പ്രശംസിച്ച് പ്രകീർത്തിച്ചൊക്കെ തന്നെ മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. സ്മിത, ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ എഴുതിയ വ്യവസായ വികസനത്തെ പറ്റിയുള്ള ലേഖനം CPIM ഒരു വലിയ ആയുധമാക്കി എടുക്കുന്നു. അത് സർക്കാരിന് അനുകൂലമായ ഒരു പ്രചരണായുധം എന്ന നിലയ്ക്കാണ് ആ ലേഖനത്തെ കാണുന്നത്. കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന വിമർശനമാണ് UDF പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് ഉന്നയിക്കുന്നത്. എന്നാൽ ആ വിമർശനം തെറ്റാണെന്ന് കോൺഗ്രസിൻ്റെ സമുന്നത സമിതിയായ പ്രവർത്തക സമിതിയിലെ അംഗവും തലസ്ഥാനത്തെ MP-യുമായ ശശി തരൂർ തന്നെ പറയുന്നു. ഈ വീണ് കിട്ടിയ അവസരത്തെയാണ് CPIM-ഉം LDF-ഉം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത്. അതിൻ്റെ അനുരണനങ്ങളാണ് ഇപ്പോൾ നമ്മൾ സംപ്രേഷണം ചെയ്ത ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണത്തിലും നേരത്തെ വന്ന P രാജീവിൻ്റെയും മുഖ്യമന്ത്രിയുടെയും MV ഗോവിന്ദിൻ്റെയും EP ജയരാജൻ്റെയും ഒക്കെ പ്രതികരണങ്ങളിലും കാണാവുന്നത്. എന്നാൽ ശശി തരൂർ കോൺഗ്രസിൻ്റെ നയങ്ങളും നിലപാടുകളും പിന്തുടരേണ്ട അതിന് ബാധ്യതപ്പെട്ട ആളാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ പരമോന്നത സമിതിയായ പ്രവർത്തക സമിതി അംഗമാണ്. അദ്ദേഹത്തിന് സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടെങ്കിലും പാർട്ടിയുടെ നയങ്ങളും നിലപാടുകളും പാലിച്ചുകൊണ്ട് അഭിപ്രായം പറയാനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്നെതിരെ ശക്തമായ എതിർപ്പ് വരുന്നത്. സ്വതന്ത്രമായ അഭിപ്രായം പറയണമെങ്കിൽ പ്രവർത്തക സമിതി അംഗത്തിൽ നിന്ന് ഒഴിയണം എന്ന തരത്തിലുള്ള കടുത്ത പ്രതികരണം പോലും ഇന്ന് UDF കൺവീനർ MM ഹസൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. കോൺഗ്രസിൽ ശശി തരൂരിനെതിരെ നിറഞ്ഞുമുത്തുന്ന കടുത്ത എതിർപ്പിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി വേണം MM ഹസൻ്റെ ഈ പ്രതികരണത്തെ കാണാൻ. എന്തായാലും ഇത്തരത്തിൽ ശശി തരൂർ നടത്തിയ ലേഖനം ഒരു വലിയ വിവാദമായി മാറിയിരിക്കുന്നു. അതിനെ അനുകൂലമായി പിന്തുണച്ചുകൊണ്ട് LDF വരുന്നു. എന്നാൽ കോൺഗ്രസിൽ നിന്നാകട്ടെ UDFൽ നിന്നാകട്ടെ ശക്തമായ എതിർപ്പും വരുന്നു. അതാണ് തരൂരിൻ്റെ ലേഖനമുണ്ടാക്കിയ പുകിലുകൾ. ശരി, R ശ്രീജിത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ശശി തരൂരിൻ്റെ ആ ഒരു അഭിപ്രായം അത് വലിയ പ്രശ്നമായിരിക്കുകയാണ് കോൺഗ്രസിൽ. കോൺഗ്രസ് മാത്രമല്ല UDFലുള്ള മറ്റ് അംഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണവുമായി രംഗത്ത് വരുന്നത് നമ്മളിന്ന് കണ്ടതാണ്. അപ്പം ശശി തരൂർ എന്താണെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും അവബോധമില്ലാത്ത ആളല്ല. അദ്ദേഹം ഇക്കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് എത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ്.